P&J ഫീനിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിങ്ങനെ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചിട്ട് പുറത്തിറങ്ങിയതാണ്. അപ്പം ഞങ്ങൾ ബോട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബോട്ട് യാത്ര. ഞങ്ങളുടെ പെങ്ങളുടെ കൊച്ചു വന്നിട്ടുണ്ടായിരുന്നു, കുഞ്ഞാപ്പിനെയും കുട്ടി വെറുതെ ഒന്ന് ചുറ്റി കറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. ബോട്ടിൽ കയറി വൈകിട്ടാണ് പോയത്. ഒരു 4 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോഴുള്ള ആ ഒരു ഭംഗിയാണ്, അങ്ങനെ നല്ല ഭംഗിയുണ്ടായിരുന്നു പുറം കാഴ്ചകളിൽ. എനിക്ക് പേടിയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ. വെള്ളമൊക്കെ നീന്തലൊക്കെ അറിയാം, പക്ഷെ എന്നാലും പേടിയാണ്. ബോട്ടിലല്ല അധികം ആൾക്കാരും എന്താ പറയുക, പിള്ളേരിലായി ഇങ്ങനെ പുറം കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്ന കുറേ ആൾക്കാർ. എൻ്റെ കുഞ്ഞാപ്പി അതേപോലെ തന്നെ പുറം കാഴ്ചകൾ കണ്ടിരിക്കുക. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെയൊക്കെയുള്ള കാഴ്ചകളൊക്കെയാണ് ഇതൊക്കെ. നല്ല രസം. നമ്മൾ ഇതിനകത്ത് കാണുന്ന പോലെയല്ല കേട്ടോ, ഫോണിൽ കാണുന്ന പോലെയല്ല, നല്ല ഭംഗിയുണ്ട്. എൻ്റെ ഫോണിലുള്ള ഒരു സുഖം ഇല്ലാത്തത് കൊണ്ടാണ് അത്ര ഒരു ഭംഗിയില്ലാത്ത. നല്ല ഭംഗിയുണ്ട്. പിള്ളേർക്കെല്ലാം നല്ലതാണ്. പിന്നെ നാളെ ക്രിസ്മസ് ആണ്, അപ്പോൾ അതിൻ്റെ ഇതും കൂടി ഉണ്ട്. അതിൻ്റെ ഇതെല്ലാം കുറേ പരിപാടി ഉണ്ടാവുമല്ലോ അവിടെ. അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്കിലാണ്. അതുകൊണ്ടാണ് കുറേ ആൾക്കാർ വന്നേക്കുന്നതെന്ന് തോന്നുന്നുണ്ട്. ഞങ്ങൾ ബീച്ചിൽ കുറച്ച് സമയം അങ്ങനെയൊക്കെ ചുറ്റി കറങ്ങി. പിന്നെ അവൾക്ക് ബീച്ചിൽ ഇറങ്ങണം എന്ന് പറഞ്ഞു. അങ്ങനെ വെള്ളത്തിലൊക്കെ ഇറങ്ങി അവളിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. അവൾക്ക് വെള്ളം കണ്ട് അവൾ കയറില്ല കേട്ടോ. വഴക്കൊക്കെ പറഞ്ഞാന്ന് ലാസ്റ്റ് അവളെ അവിടെ നിന്ന് കയറ്റിയത്. കുറേ സമയം വിളിച്ചു, വായോ വായോന്നും കേട്ട ഭാവം നടിക്കുന്നുണ്ടായില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ പോവുകയാണ്. ഇതുണ്ട്, ഇത് പട്ടമാണ്. അവിടെ കുറേ പിള്ളേർ വലിയ ആളൊക്കെ ആയിട്ട് പട്ടം പറത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് വലിയ ആളൊക്കെ പറത്തിക്കൊണ്ടിരിക്കുന്നത്. പിള്ളേരും ഉണ്ട് അതേപോലെ തന്നെ. ഇത് 2 പിള്ളേരുണ്ടായി, അവരും ഉണ്ട് ഇങ്ങനെ പറത്തിക്കൊണ്ടിരിക്കും. 2 പേര് തല്ലുകൂടുന്നുണ്ട്. അവർക്ക് 2 പേരിക്കും വേണമെന്നും പറഞ്ഞുകൊണ്ട് നല്ല ഭംഗി. ഇതാ ഇവർ 2 പേരോട് തല്ലുകൂടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അവനോട് അവൾ മേടിക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. ഇതാ ഇവളോടൊന്ന് സൂര്യനെ ഇങ്ങനെ പിടിക്കാൻ പറഞ്ഞതാണ്. അപ്പോൾ അവൾ വിചാരിച്ച് പിടിച്ചാൽ ശരിയാവില്ല, തലയിൽ വെച്ച് കൊണ്ടുപോകാമെന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന രംഗമാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ഇങ്ങോട്ട് നടന്നു. അപ്പോഴേക്കൊക്കെ നല്ല വൈകിട്ടായിട്ടുണ്ട് കേട്ടോ. നല്ല എനിക്ക് തോന്നുന്നു 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ആ സമയത്ത് 6 മണിയൊക്കെ ആയിട്ടുണ്ട്. സൂര്യനിങ്ങനെ കടലിലേക്ക് ഇറങ്ങുന്നത് കാണാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കുറച്ച് സമയം അവിടെ ഇരുന്നു. ഞാൻ എപ്പോഴും ബീച്ചിലൊക്കെ പോകാറുണ്ടെങ്കിൽ ഞാൻ ഇതൊന്നും അങ്ങനെ ഇതാക്കാറില്ല കേട്ടോ. ഇന്നലെയാണ് ഞാൻ ഇതുവരെ കണ്ടില്ല. എപ്പോഴും നമ്മൾ പോയാൽ ബീച്ചിൽ പോയാലൊക്കെ ഇത് കണ്ടിട്ടേയില്ല. ഞാൻ ബീച്ചിൽ പോയി തിരിച്ചു വരും. എല്ലാവരും പറയാറുണ്ട് സൂര്യനിങ്ങനെ ഇറങ്ങുന്ന സമയത്ത് നല്ല ഭംഗിയാണ് കടലിലേക്ക്. ഇതൊന്നും ഞാൻ ഇതുവരെ കണ്ടില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇത് നോക്കി നിന്നത്. നിന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ല ഇഷ്ടമാണ് കേട്ടോ. ഇത് ശരിക്കും ഇത് വല്ലാത്ത ഭംഗിയാണ്. മനസ്സിന് നല്ലൊരു സന്തോഷം തോന്നിയാൽ തോന്നും. ഇങ്ങനെ കടലിലേക്ക് ഇങ്ങനെ ഇറങ്ങി പോകുന്നത് പോലെ തന്നെയാണ് നമുക്ക് തോന്നുന്നത് അല്ലേ. ഞാൻ കണ്ടില്ല കേട്ടോ ഇതുവരെ. നല്ലൊരു എന്താ പറയുക, ഒരു ഭയങ്കര ഒരു കളറിലായിട്ട് ടീ പോലെ ഇങ്ങനെ ഇതായിട്ട് നല്ല ഭംഗിയായിട്ട് നോക്കി നിന്നു.